നമസ്കാരം. ഏകദേശം 6 നൂറ്റാണ്ടുകളോളം ലോകഭൂപടത്തിൽ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ശക്തി സ്രോതസ്സായി നിലനിന്നിരുന്ന ഒരു മഹാസാമ്രാജ്യത്തിന്റെ കഥയാണ് ഓട്ടമൻ സാമ്രാജ്യത്തിന് പറയാനുള്ളത്. 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആനറ്റോളിയയിലെ ഒരു കൂട്ടം എളിയ തുർക്കോമൻ ഗോത്രങ്ങളിൽ നിന്ന് പിറവിയെടുത്ത് ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ മുകളിലൂടെ വളർന്ന് യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നീ 3 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടന്ന ഒരു സാമ്രാജ്യത്തിന്റെ പ്രതാപകാലം ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. 1453 കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പതനത്തോടെ ലോകത്തിന്റെ വാണിജ്യ, സാംസ്കാരിക, രാഷ്ട്രീയ ഗതി നിർണയിച്ച ഈ ശക്തി നിയമദാതാവായ സുലൈമാൻ ഒന്നാമന്റെ കാലത്ത് പ്രൗഢിയുടെ കൊടുമുടിയിലെത്തി. എന്നാൽ കാലക്രമേണ യൂറോപ്പിലെ വ്യാവസായിക വിപ്ലവത്തിനും ദേശീയതയുടെ ഉദയത്തിനും മുന്നിൽ അടിതെറ്റിപ്പോയി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ശിഥിലമായി. ഒടുവിൽ ആധുനിക തുർക്കി റിപ്പബ്ലിക്കിന് വഴിമാറിക്കൊണ്ട് ഓട്ടമൻ സാമ്രാജ്യം ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് മറഞ്ഞു. ഈ ഉദയത്തിന്റെയും പതനത്തിന്റെയും കഥ ലോകരാഷ്ട്രീയ ഭൂമിശാസ്ത്രത്തിൽ ഇന്നും മായാത്ത മുദ്രകൾ അവശേഷിപ്പിച്ച ഒരു മഹത്തായ യുഗത്തിന്റെ നേർചിത്രമാണ്. ആ കഥയിലേക്ക് കടക്കാം. 13-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ആനറ്റോലിയയിലെ, അതായത് ഇന്നത്തെ തുർക്കിയിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഒരു എളിയ തുർക്കോമൻ ഗോത്ര തലവനായിരുന്ന ഒസ്മാൻ ഒന്നാമൻ സ്ഥാപിച്ച ഒരു കൊച്ചു വെളിച്ചത്തിൽ നിന്നാണ് ലോകത്തെ 6 നൂറ്റാണ്ടുകളോളം പ്രകമ്പനം കൊള്ളിച്ച ഓട്ടമൻ സാമ്രാജ്യത്തിന്റെ ഇതിഹാസം ആരംഭിക്കുന്നത്. ക്ഷയിച്ചു പോയ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെയും മംഗോളിയൻ ആക്രമണങ്ങളുടെ അസ്ഥിരതയുടെയും കാലഘട്ടമായിരുന്നു അത്. തന്ത്രശാലിയായ ഒസ്മാന്റെയും അദ്ദേഹത്തെ പിന്തുടർന്ന സുൽത്താൻമാരുടെയും നേതൃത്വത്തിൽ ഈ ചെറിയ രാജ്യത്തിന്റെ പ്രശസ്തി അതിവേഗം വളർന്നു. ക്രമേണ ഓട്ടമൻ യോദ്ധാക്കൾ യൂറോപ്പിലേക്കും ബാൽക്കൻ പ്രദേശങ്ങളിലേക്കും തങ്ങളുടെ സാന്നിധ്യം വ്യാപിപ്പിക്കാൻ തുടങ്ങി. 15-ാം നൂറ്റാണ്ടിൽ ഓട്ടമൻ ചരിത്രത്തിലെ നിർണായകമായ നിമിഷം സംഭവിച്ചു. 1453 മുഹമ്മദ് രണ്ടാമൻ സുൽത്താൻ കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇന്നത്തെ ഇസ്താംബുൾ കീഴടക്കി. സഹസ്രാബ്ദങ്ങളോളം നിലനിന്ന ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിച്ച ഈ വിജയം ഓട്ടമൻ ശക്തിയുടെ തലസ്ഥാനം ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഒരു മഹാനഗരമായി മാറ്റി. ഇതോടെ ഈ സാമ്രാജ്യം ഒരു പ്രാദേശിക ശക്തി എന്നതിലുപരി ഒരു ഭൂഖണ്ഡാന്തര ശക്തിയായി ഉയർന്നു വന്നു. 16-ാം നൂറ്റാണ്ടിൽ നിയമദാതാവ് എന്നറിയപ്പെട്ട സുലൈമാൻ ഒന്നാമൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ഓട്ടമൻ സാമ്രാജ്യം അതിന്റെ പ്രതാപത്തിന്റെ ഉന്നതിയിലെത്തി. കിഴക്ക് പേർഷ്യൻ ഉൾക്കടൽ മുതൽ പടിഞ്ഞാറ് അൾജീരിയ വരെയും തെക്ക് യമൻ മുതൽ വടക്ക് ഹംഗറി വരെയും ഈ സാമ്രാജ്യം വ്യാപിച്ചു കിടന്നു. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നീ 3 ഭൂഖണ്ഡങ്ങളിൽ വ്യാപിച്ചു കിടന്ന ഓട്ടമൻ ഭരണത്തിന് കീഴിൽ വ്യത്യസ്ത വംശീയ വിഭാഗങ്ങളും മതവിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഒത്തുചേരാൻ തുടങ്ങി. ഓട്ടമൻ സാമ്രാജ്യം ലോകത്തെ സ്വാധീനിച്ചത് പല തലങ്ങളിലാണ്. ആഗോള വ്യാപാരത്തിന്റെ കേന്ദ്രമായിരുന്നു ഇവിടം. മെഡിറ്ററേനിയൻ കടലിന്റെയും കിഴക്ക് പടിഞ്ഞാറൻ വ്യാപാര പാതകളുടെയും തന്ത്രപരമായ നിയന്ത്രണം സാമ്രാജ്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നും അതുപോലെ ചൈനയിൽ നിന്നുമുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും പട്ടും യൂറോപ്പിലേക്ക് ഒഴുകിയിരുന്നത് ഓട്ടമൻ നിയന്ത്രണത്തിലുള്ള പാതകളിലൂടെയായിരുന്നു. ഈ വാണിജ്യ ആധിപത്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളെ പുതിയ സമുദ്രപാതകൾ തേടി കണ്ടെത്താൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകം പോലും. അങ്ങനെ ക്രിസ്റ്റഫർ കൊളംബസിന്റെയും വാസ്കോഡ ഗാമയുടെയും യാത്രകൾക്ക് ഒരു കാരണം ഓട്ടമൻ സാമ്രാജ്യത്തിന്റെ സ്വാധീനമായിരുന്നു എന്നാണ് പറയേണ്ടത്. സാംസ്കാരികവും ഭരണപരവുമായ സ്വാധീനവും ഏറെയാണ്. ഓട്ടമൻ ഭരണത്തിന് കീഴിൽ വിവിധ മതവിഭാഗങ്ങൾക്ക് തങ്ങളുടെ സ്വന്തം നിയമങ്ങളും സ്ഥാപനങ്ങളും ഉപയോഗിച്ച് സ്വയം ഭരണം നൽകുന്ന മില്ലറ്റ് സമ്പ്രദായം നിലനിന്നിരുന്നു. ഇത് ലോക ചരിത്രത്തിലെ മതസഹിഷ്ണുതയുടെ ഒരു ഉദാഹരണമായിരുന്നു. ഇസ്താംബൂളിലെ വാസ്തുവിദ്യ, പ്രത്യേകിച്ചും മിമാർ സിനാൻ പണികഴിപ്പിച്ച മനോഹരമായ പള്ളികളും കൊട്ടാരങ്ങളും ലോക കലയ്ക്കും വാസ്തുവിദ്യയ്ക്കും വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. ഗണിതശാസ്ത്രം, വൈദ്യശാസ്ത്രം, ജ്യോതിശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ ഓട്ടമൻ പണ്ഡിതന്മാർ അറിവിന്റെ വളർച്ചയെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റമാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഓട്ടമൻ സാമ്രാജ്യത്തിന്റെ യൂറോപ്പിലെ സൈനിക മുന്നേറ്റം യൂറോപ്യൻ രാജ്യങ്ങളെ നിരന്തരം പ്രതിരോധത്തിലാക്കി. ഇത് യൂറോപ്യൻ ശക്തികളെ സൈനികമായും സാമ്പത്തികമായും നയതന്ത്രപരമായും പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ സൈന്യത്തെ ആധുനീകരിക്കാനും നിർബന്ധിതരാക്കി. കിഴക്കൻ യൂറോപ്പിലെയും ബാൾക്കൻസിലെയും ദേശീയതയുടെ ഉദയത്തിന് ഓട്ടമൻ ഭരണത്തിനെതിരായ പോരാട്ടങ്ങൾ ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടോടുകൂടി ആഭ്യന്തര പ്രശ്നങ്ങളും സൈനിക പരാജയങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും സാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. യൂറോപ്പിലെ രോഗി എന്ന് ഓട്ടമൻ സാമ്രാജ്യത്തെ വിളിക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. എന്നിരുന്നാലും 20-ാം നൂറ്റാണ്ടിലെ 1-ാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യം വരെ അത് നിലനിന്നിരുന്നുണ്ട്. 1922 സുൽത്താനേറ്റ് നിർത്തലാക്കുകയും
ആധുനിക തുർക്കി റിപ്പബ്ലിക് സ്ഥാപിതമാവുകയും ചെയ്തതോടെ മഹത്തായ ആ സാമ്രാജ്യത്തിന്റെ കഥയ്ക്ക് തിരശീല വീണു. ഓട്ടോമൻ സാമ്രാജ്യം ഭൂതകാലത്തിൽ ഒരുപാട് ദൂരം പിന്നിട്ടില്ലെങ്കിലും ഇന്നും അതിന്റെ സ്വാധീനം ആഗോളതലത്തിൽ നിലനിൽക്കുന്നു എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. ബാൽക്കൺസ്, മിഡിൽ ഈസ്റ്റ്, വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ സംസ്കാരത്തിലും ഭാഷയിലും രാഷ്ട്രീയ ഭൂമിശാസ്ത്രത്തിലും ആ സാമ്രാജ്യത്തിന്റെ അടയാളങ്ങൾ മായാതെ കിടക്കുന്നുണ്ട്. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന്റെ കഥയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കുറച്ച് പറഞ്ഞുവെങ്കിലും കൃത്യമായിട്ട് അത് പറയാം. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഓട്ടോമൻ സാമ്രാജ്യം പ്രതാപത്തിന്റെ ഉന്നതിയിൽ നിന്ന് താഴേക്ക് പതിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് 17-ാം നൂറ്റാണ്ടിലാണ് ഇത് തുടങ്ങുന്നത്. യൂറോപ്പിലെ നവോത്ഥാനവും വ്യാവസായിക വിപ്ലവവും പുതിയ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങളും സാമ്രാജ്യത്തെ ഗണ്യമായി പിന്നോട്ടടിച്ചു എന്നതാണ് സത്യം. യൂറോപ്യൻ രാജ്യങ്ങൾ സൈനികമായും സാമ്പത്തികമായും മുന്നേറിയപ്പോൾ യൂറോപ്പിലെ രോഗി എന്ന പരിഹാസ പേര് ഈ സാമ്രാജ്യത്തിന് ചാർത്തപ്പെട്ടു. അതായത് ഒന്നിനും കൊള്ളാത്ത ഒരാളായി മാറി. റഷ്യ, ഓസ്ട്രിയ തുടങ്ങിയ യൂറോപ്യൻ ശക്തികളുടെ നിരന്തരമായ ഭീഷണിയും തന്ത്രപരമായ വാണിജ്യ പാതകളിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടതും സാമ്പത്തിക തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. 19-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അലകളായി ഉയർന്നു വന്ന ദേശീയതാവാദം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അന്ത്യത്തിന് കാരണമായ ഏറ്റവും വലിയ ശക്തിയായിരുന്നു. സാമ്രാജ്യത്തിന് കീഴിൽ ഉണ്ടായിരുന്ന ഗ്രീക്കുകാർ, സെർബിയക്കാർ, ബൾഗേറിയക്കാർ തുടങ്ങിയ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തങ്ങൾക്ക് സ്വന്തമായ ഒരു രാജ്യം വേണമെന്ന ആവശ്യമുയർത്തി വിപ്ലവം നടത്താൻ തുടങ്ങി. തൽഫലമായി സാമ്രാജ്യത്വത്തിന്റെ യൂറോപ്യൻ ഭാഗങ്ങൾ ഓരോന്നായി നഷ്ടപ്പെടുകയും ഭീമാകാരമായ സാമ്രാജ്യം അതിന്റെ അനറ്റോലിയൻ ഹൃദയഭാഗത്തേക്ക് ചുരുങ്ങുകയും ചെയ്തു. ഈ പ്രതിസന്ധികളെ മറികടക്കാൻ സുൽത്താൻമാരും അതുപോലെ തന്നെ പരിഷ്കർത്താക്കളും ശ്രമിച്ചുവെങ്കിലും ആഭ്യന്തര ഭിന്നിപ്പുകളും അതുപോലെ വിദേശ ഇടപെടലുകളും ഈ ശ്രമങ്ങളെ നന്നായി പരാജയപ്പെടുത്തി. സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിച്ചത് 1-ാം ലോക മഹായുദ്ധമാണ്. അതായത് 14 മുതൽ 18 വരെയായിരുന്നു. ഈ യുദ്ധത്തിൽ ജർമ്മനിയുമായി ചേർന്ന് സഖ്യകക്ഷികൾക്കെതിരെ, അതായത് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ എന്നിവർക്കെതിരെ പോരാടാനുള്ള ഓട്ടോമന്റെ തീരുമാനം തികച്ചും വിനാശകരമായിരുന്നു. യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ സഖ്യകക്ഷികൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഇസ്താംബുൾ പിടിച്ചടക്കുകയും ഓട്ടോമൻ പ്രവിശ്യകളെ പങ്കുവെക്കുകയും ചെയ്തു. ഇതോടെ സാമ്രാജ്യത്വത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് മുസ്തഫ കമാൽ പാഷ എന്ന സൈനിക നേതാവ് രംഗപ്രവേശം ചെയ്യുന്നത്. സഖ്യശക്തികളുടെ അധിനിവേശത്തിനെതിരെ ആനറ്റോലിയയിൽ അദ്ദേഹം തുർക്കി ദേശീയ പ്രസ്ഥാനത്തിന് രൂപം നൽകുകയുണ്ടായി. ധീരമായ പോരാട്ടങ്ങളിലൂടെ അദ്ദേഹം വിദേശ ശക്തികളെ തുരത്തുകയും ഓട്ടോമൻ സുൽത്താൻ ഭരണകൂടത്തെ നിർത്തലാക്കുകയും ചെയ്തു. 1923-ൽ തുർക്കി റിപ്പബ്ലിക് സ്ഥാപിക്കപ്പെട്ടതോടെ 6 നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന മഹത്തായ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കഥയ്ക്ക് പൂർണ്ണമായും തിരശീല വീഴുകയുണ്ടായി. ഇവിടെയാണ് സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ ഏറ്റവും വലിയ ആഘാതം സംഭവിക്കുന്നത്. അതാണ് മധ്യേഷ്യ, മിഡിൽ ഈസ്റ്റ്. ഓട്ടോമൻ ഭരണത്തിന് കീഴിലായിരുന്ന വിശാലമായ അറബ് പ്രവിശ്യകൾ യൂറോപ്യൻ ശക്തികളായ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നിയന്ത്രണത്തിലാവുകയുണ്ടായി. യുദ്ധസമയത്ത് രഹസ്യമായി ഒപ്പുവെച്ച സെക്സ് പിക്വറ്റ് ഉടമ്പടി പ്രകാരം ഇവർ ഓട്ടോമൻ പ്രദേശങ്ങൾ പങ്കിട്ടെടുത്തു. ഈ ഉടമ്പടി പ്രകാരമാണ് ഇന്നത്തെ ഇറാഖ്, സിറിയ, ജോർദാൻ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തികൾ നിർണയിക്കപ്പെട്ടത്. ഈ അതിർത്തികൾ അവിടങ്ങളിലെ വംശീയവും ഗോത്രപരവുമായ ബന്ധങ്ങളെ പരിഗണിക്കാതെ യൂറോപ്യൻ താല്പര്യങ്ങൾക്ക് മാത്രം അനുസരിച്ച് വരച്ചവയാണ്. ഇത് ആധുനിക മധ്യേഷ്യയിലെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും അതുപോലെ സംഘർഷങ്ങൾക്കും ദീർഘകാലത്തേക്ക് കാരണമായി തീർന്നു. സാമ്രാജ്യത്വത്തിന്റെ പതനത്തോടെ ലോക എണ്ണ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഈ മേഖലയിലേക്ക് ആഗോള ശക്തികളുടെ ശ്രദ്ധയും പതിയുന്നു. തുർക്കി റിപ്പബ്ലിക്കിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ മുസ്തഫ കമാൽ രാജ്യത്തെ പാശ്ചാത്യവൽക്കരിക്കുന്നതിനും അതേപോലെ തന്നെ മതേതരവൽക്കരിക്കുന്നതിനും വേണ്ടി വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. മതത്തെ ഭരണത്തിൽ നിന്ന് വേർതിരിക്കുകയും യൂറോപ്യൻ നിയമവ്യവസ്ഥകൾ സ്വീകരിക്കുകയും അറബി ലിപിക്ക് പകരം ലാറ്റിൻ ലിപി കൊണ്ടുവരികയും ചെയ്തതിലൂടെ അദ്ദേഹം തുർക്കിയെ ഒരു ആധുനിക ദേശീയ രാഷ്ട്രമാക്കി മാറ്റാനാണ് ശ്രമിച്ചത്. അങ്ങനെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പതനം കേവലം ഒരു രാജവംശത്തിന്റെ അവസാനമായിരുന്നില്ല, മറിച്ചത് ആധുനിക തുർക്കിയുടെയും മധ്യേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിന്റെയും നിർമ്മിതിക്ക് കാരണമായ ഒരു ആഗോള സംഭവ വികാസമായിരുന്നു. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കഥയാണ് ഇത്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ചേർക്കാനുണ്ടെങ്കിൽ എഴുതി ചേർക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.